ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്ന് ജലഗതാഗതം ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സാണ്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഏറ്റവും യോജിച്ചത്, ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല, അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത്. ജലഗതാഗതത്തെ രണ്ടായി തിരിക്കാം. ഉൾനാടൻ ജലഗതാഗതം എന്നും സമുദ്ര ജലഗതാഗതം എന്നും. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ IWAI സ്ഥാപിതമായത് 1986 ഒക്ടോബർ 27. IWAIയുടെ ധർമ്മം ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ വികസനവും നിയന്ത്രണവുമാണ്. IWAIയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നോയിഡ, ഉത്തർപ്രദേശ്. IWAI അല്ലെങ്കിൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് പദ്ധതി അല്ലെങ്കിൽ റോ സംവിധാനം ആരംഭിച്ചത് മജൂലി ദ്വീപിലാണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. 1967 ഇത് സ്ഥാപിതമാകുന്നത്. ദേശീയ ജലഗതാഗതം. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2016 മാർച്ച് 25. ദേശീയ ജലഗതാഗത നിയമം 2016 നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12. നിലവിൽ ഇന്ത്യയിൽ ആകെ എത്ര ദേശീയ ജലപാതകളുണ്ട്? 111. ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതും ദേശീയ ജലപാത 1 1620 കിലോമീറ്റർ. പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെയും ഉത്തർപ്രദേശിലെ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജുമായിട്ട് ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 1. ദേശീയ ജലപാത 1ന്റെ ഗതാഗത വിസ്തൃതിയും അനുബന്ധ വികസനവും നടപ്പിലാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. ദേശീയ ജലപാത 2 സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അസമിലെ സാദിയ, ധുബ്രി പ്രദേശങ്ങളെയാണ്. നാഷണൽ വാട്ടർവേ 3 അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ ദേശീയ ജലപാതയുമായിട്ട് ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. അപ്പം നാഷണൽ വാട്ടർവേ 3 അല്ലെങ്കിൽ ദേശീയ ജലപാത 3 വെസ്റ്റ് കോസ്റ്റ് കനാലിനെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ച വർഷം 1993. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം ടു കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 4 ബന്ധിപ്പിക്കുന്ന സ്ഥലം കാക്കിനാഡ, പുതുച്ചേരി. ദേശീയ ജലപാത 4 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഗോദാവരി, കൃഷ്ണ നദികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. താൾച്ചേർ മുതൽ ധാംറ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാത ദേശീയ ജലപാത 5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. ബ്രാഹ്മണി, മഹാനദി എന്നീ നദികളിൽ സ്ഥിതി ചെയ്യുന്ന ജലപാത ചോദിച്ചാൽ ദേശീയ ജലപാത 5 ആണ്. ബ്രാഹ്മണി, മഹാനദി, ഡെൽറ്റ എന്നീ നദികളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത 5 ആണ്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെട്ടതുമായിട്ടുള്ള ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 13 ആണ്. AVM കനാൽ എന്നത് നാഷണൽ വാട്ടർവേ 13 ആണ്. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ പൂവാറ്, ഇരയിമ്മൻ, തുറൈ സ്ഥലങ്ങളെ തമ്മിലാണ്. ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ആണ് കൊച്ചി മെട്രോ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് ബന്ധിപ്പിക്കുന്നത് വാരണാസി, ദിബ്രുഗഡ് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് ബന്ധിപ്പിക്കുന്നത് വാരണാസി, ദിബ്രുഗഡ് സ്ഥലങ്ങളെ തമ്മിലാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.